വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഒന്ന് തള്ളിയ ഹോസ്പിറ്റൽ, ഒന്ന് തള്ളിയ ഹോസ്പിറ്റൽ. സിഎം ഇവിടെ വേണ്ടേ വേണ്ട, സിഎം ഇവിടെ വേണ്ടേ വേണ്ട. സിഎമ്മിന്റെ അനാസ്ഥക്കെതിരെ ജനകീയ പ്രതിഷേധം. ഞങ്ങളെ പൊന്ന് ഹൈദിൻ മോനെ, ഞങ്ങളെ പൊന്ന് ഹൈദിൻ മോനെ. ഒന്ന് തള്ളിയ സിഎം ഹോസ്പിറ്റൽ, ഒന്ന് തള്ളിയ ഹോസ്പിറ്റൽ. സിഎം ഇവിടെ വേണ്ടേ വേണ്ട, സിഎം ഇവിടെ വേണ്ടേ വേണ്ട. വടകര നിന്നൊരു ജീവൻ കൂടെ, വടകര നിന്നൊരു ജീവൻ കൂടെ, വടകര നിന്നൊരു ജീവൻ കൂടെ, വടകര നിന്നൊരു ജീവൻ കൂടെ. ഇല്ല വിട്ടു തരില്ല ഞങ്ങൾ, ഇല്ല വിട്ടു തരില്ല ഞങ്ങൾ, ഇല്ല വിട്ടു തരില്ല ഞങ്ങൾ, ഇല്ല വിട്ടു തരില്ല ഞങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. സിഎമ്മിന്റെ അനാസ്ഥക്കെതിരെ, സിഎമ്മിന്റെ അനാസ്ഥക്കെതിരെ, സിഎമ്മിന്റെ അനാസ്ഥക്കെതിരെ, സിഎമ്മിന്റെ അനാസ്ഥക്കെതിരെ ജനകീയ പ്രതിഷേധം, ജനകീയ മോനെ. ഒന്ന് തള്ളിയ ഹോസ്പിറ്റൽ,
ലഭിക്കുന്നത് വരെ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇന്നൊരു ദിവസം ഒരു മാർച്ച് നടത്തി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമരമെന്നത് കൃത്യമായി നേതൃത്വം കൊടുക്കുന്ന, കൃത്യമായി സർവകക്ഷികളും ഇരുന്ന് ആലോചിച്ച്, ദിവസങ്ങൾ മണിക്കൂറുകൾ എടുത്ത് ആലോചിച്ച് നമ്മളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തി നടത്തിയ ഒരു മാർച്ചാണിത്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ശേഷം ഹോസ്പിറ്റൽ അധികൃതരുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മറ്റു ജനപ്രതിനിധികളുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും അടിസ്ഥാനത്തിൽ CMO ഹോസ്പിറ്റലിന്റെ അധികൃതരുമായി സംസാരിക്കുവാനിടയായി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി ഹോസ്പിറ്റലിന്റെ ഭാഗത്തിൽ നിന്ന് ഒട്ടനവധി അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടായത്. കഴിഞ്ഞ 30-ാം തീയതി രാവിലെ, ചൊവ്വാഴ്ച രാവിലെ 10:30 ഇപ്പോഫിയുടെയും ഉമ്മാമ്മയുടെയും കൈപിടിച്ച് പ്രിയപ്പെട്ട ഈ മുഹമ്മദ് ഐദീൻ സലാഹ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുവാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ 2 ദിവസം മുന്നേ കുട്ടിക്ക് ചെറിയ തോതിലുള്ള പനിയുടെ അടിസ്ഥാനത്തിൽ ഓർക്കാട്ടേരിയുള്ള CHC ഹോസ്പിറ്റലിലും അതിനുശേഷം ഓർക്കാട്ടേരി ആശാ ഹോസ്പിറ്റലിലും കാണിക്കുകയും ആശാ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിക്ക് ഒരു ടെസ്റ്റിന് എഴുതി കൊടുക്കുകയും ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, ടെസ്റ്റിലെ ഒരു കാരണമായി പറയുന്നുണ്ട്, ടെസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നുള്ളത്. ആ വേരിയേഷന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം എന്നുള്ളത് കൊണ്ടാണ് CM ഹോസ്പിറ്റലിലെ ഹാരിസ് അബൂബക്കർ ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ 10:30 പ്രിയപ്പെട്ട ഉപ്പാപ്പയുടെയും ഉമ്മാമ്മയുടെയും കൂടെ ഈ കുട്ടി കൈയും പിടിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ ഡോക്ടറുടെ മുന്നിലേക്ക് 11 മണിയോടുകൂടി ഡോക്ടർ OP-യിൽ എത്തുകയും ഡോക്ടറുടെ മുന്നിലേക്ക് ഈ കുട്ടിയുമായി രക്ഷിതാക്കൾ കടന്നു ചെല്ലുമ്പോ ഡോക്ടർ കുട്ടിയെ കൺസൾട്ട് ചെയ്ത ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് പൂർണ്ണമായിട്ട് പനി മാറിയിട്ടുണ്ട്, ഇപ്പോൾ പനിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഡോക്ടറുടെ വാദം. പക്ഷേ 2 ദിവസം പനിച്ചതിന്റെ ചെറിയൊരു ക്ഷീണം കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് ഡോക്ടറുടെ ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ക്ഷീണമുള്ളത് കൊണ്ട് കുട്ടിയെ തൊട്ടടുത്തുള്ള നഴ്സിംഗ് റൂമിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചെറിയൊരു ട്രീറ്റ്മെന്റ് എടുത്ത് കുട്ടിക്കൊരു ക്ഷീണമുള്ളത് കൊണ്ട് ഗ്ലൂക്കോസ് പോലെയുള്ള മറ്റു ട്രിപ്പ് എടുത്ത് ചെറിയ രീതിയിലുള്ള ചികിത്സ തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ രേഖാമൂലം പ്രിസ്ക്രിപ്ഷനിൽ എഴുതിക്കൊണ്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ആ കുട്ടിയെയും കൂട്ടി രക്ഷിതാവ് കാഷ്വാലിറ്റിയിലേക്ക് മാറുകയുണ്ടായി. തുടർന്ന് അവിടെ ട്രിപ്പുമായി മുന്നോട്ട് പോകുമ്പോ കുട്ടിക്ക് കൃത്യമായി ഗ്ലൂക്കോസ് ക്ഷീണത്തിനനുസരിച്ചിട്ടുള്ള ഈ ഗ്ലൂക്കോസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോ കുട്ടിക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു വൈകാരിക കാര്യങ്ങളും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ, ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കുട്ടിക്ക് ഏകദേശം 12:15 ഹോസ്പിറ്റലിന്റെ അധികൃതരുടെ നേഴ്സിന്റെ ഭാഗത്തിൽ നിന്ന് അത് കൊടുക്കുകയുണ്ടായി. ആ ഇഞ്ചക്ഷൻ ശരീരത്തിലേക്ക് കാരിയ ഉടൻ തന്നെ കുട്ടിക്ക് കഠിനമായ വയറുവേദനയും അതിനോടൊപ്പം കൈയും വേദനയുണ്ട് എന്നുള്ള പ്രിയപ്പെട്ട ഉപ്പാപ്പയോടും ഉമ്മാമ്മയോടും തുടർന്ന് നേഴ്സിനോടും പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും പക്ഷേ OP-യിൽ ഇല്ലാതിരുന്ന ഹാരിസ് OP കഴിഞ്ഞ് മറ്റൊരു സെക്ഷനിലേക്ക് പോയ ഹാരിസ് അബൂബക്കർ ഡോക്ടറെ OP-യിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കാര്യങ്ങൾ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വയറുവേദനയുള്ളത് കൊണ്ട് ഒരു സ്കാനിങ് വേണമെന്ന് എഴുതുകയും ചെയ്തു. പക്ഷേ സ്കാനിങ് പറഞ്ഞ ഇമ്മീഡിയറ്റ് മിനിറ്റിൽ തന്നെ കുട്ടി അബോധാവസ്ഥയിലേക്ക് മാറുകയും കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതിൽ എടുത്തു പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, ആശാ ഹോസ്പിറ്റലിൽ നിന്നും എടുത്തിട്ടുള്ള ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഹാരിസ് അബൂബക്കർ ഡോക്ടറെ ആ റിപ്പോർട്ട് കാണിച്ചിരുന്നു. ആ റിപ്പോർട്ട് കാണിക്കുകയും അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് കൃത്യമായി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചികിത്സ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏകദേശം തലേ ദിവസം വൈകുന്നേരമാണ് അവിടെ ഈ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 12 മണിക്കൂറിന് ശേഷമാണ് തിരിച്ചിവിടെ CM ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ ആ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് നമ്മൾ എന്തിനാണ് വരുന്നത്? ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുള്ള സ്പെഷ്യൽ ഡോക്ടറെ കാണുമ്പോ ആ വേരിയേഷൻ എന്താണെന്നും അതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അധികൃതർ അല്ലെങ്കിൽ ഈ ഡോക്ടർ മറ്റേതെങ്കിലും രീതിയിലുള്ള ഈ നടത്തിയ ടെസ്റ്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വേരിയേഷൻ കാണിക്കുന്ന എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടോ
എന്നുള്ള രീതിയിലേക്ക് ഒരു ടെസ്റ്റ് നടത്തേണ്ടതാണ്. അത്തരം ടെസ്റ്റ് നടത്താൻ വേണ്ടി ഈ ഹാരിസ് അബൂബക്കർ ഡോക്ടർ തയ്യാറായിട്ടില്ല. ആ ടെസ്റ്റിന്റെ മുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ ചികിത്സ ഇവിടെ നടത്തുകയുണ്ടായി. അതിന്റെ കാരണം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, മറ്റൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ കുട്ടിക്ക് ട്രിപ്പ് കൊടുത്തു, ഈ ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തത് എങ്ങനെയാണ്? സാധാരണ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ശരീരത്തിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ, ആന്റിബയോട്ടിക് പോലെയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സൈഡ് എഫക്റ്റുകളോ മറ്റു വൈറസ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത്തരം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. പക്ഷെ ഈ കുട്ടിക്ക് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് പോലും ഇവിടെ നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയുന്നത്, ഈ ഇവിടെ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലോ ബന്ധപ്പെട്ട കുട്ടിയുടെ ഉപ്പയും ഉമ്മാമയും ഉപ്പാപ്പയും ഉമ്മാമയും കൂടെയുള്ളതുണ്ട്. ആ കൂടെയുള്ള അവരുടെ മുന്നിൽ നിന്ന് അത്തരം ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്ന് ബന്ധുക്കളുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലേക്ക് ഒരുപാട് കൈവിരുദ്ധമായിട്ടുള്ള അനാസ്ഥ ഇവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയപ്പോ ഇവിടെയുള്ള റെക്കോർഡ്, ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ റെക്കോർഡ് ആവശ്യപ്പെട്ടപ്പോ ഇവർ തരാൻ തയ്യാറായിരുന്നില്ല. ആദ്യം ഇവർ തരാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഭാഷയുടെ സ്വരം മാറിയപ്പോ സ്വമേധയാ അവരെ എടുത്തുകൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രേഖ പരിശോധിച്ച് നോക്കുമ്പോ കുട്ടിക്ക് 10:33 ഇവിടുന്ന് എടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അതിൽ കാണാനില്ല. 10:33 ഇവിടുന്ന് സിഎം കാഷ്വാലിറ്റിയിൽ അല്ല കൗണ്ടറിൽ നിന്നും എടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇവിടെ കാണാനില്ല. അതിന് പകരം OP ഷീറ്റ്, അതിന് പകരം മറ്റൊരു OP ഷീറ്റാണ് ഈ രേഖയിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 10:33 എടുത്തിട്ടുള്ള OP ഷീറ്റിന് പകരം അതേ സമയവും അതേ ഡേറ്റും വെച്ചുകൊണ്ട് മറ്റൊരു OP ഷീറ്റ് ഈ രേഖയിൽ സൂക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, പ്രിയപ്പെട്ട ബന്ധുക്കൾ, ഈ കുട്ടിയുടെ ഇവിടെ നിന്ന് മരണശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് CM ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ കൊന്നതിന് ശേഷം തൊട്ടടുത്തുള്ള പാർക്കോ ഹോസ്പിറ്റലിലേക്ക് ഡെഡ് ബോഡി തള്ളുവാൻ വേണ്ടി അവരെ കൊണ്ടുപോയപ്പോ, ഈ ഡെഡ് ബോഡി പാർക്കോ ഹോസ്പിറ്റലിലേക്ക് തള്ളുവാൻ വേണ്ടി അവർ കൊണ്ടുപോയപ്പോ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു ബന്ധു മൊബൈലിൽ ആ OP ഷീറ്റ് എടുത്തു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ അന്വേഷണത്തിലേക്ക് വന്നപ്പോ ആ OP ഷീറ്റും ഇവർ റെക്കോർഡിൽ സൂക്ഷിച്ചിട്ടുള്ള OP ഷീറ്റും ഞങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയപ്പോ രണ്ടും രണ്ട് വിരുദ്ധമായ രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായി ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, എന്റെ അടുത്ത് ചെറിയൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ അടുത്ത് ചെറിയൊരു അനാസ്ഥ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ OP ഷീറ്റിൽ, ആദ്യം എഴുതിയ OP ഷീറ്റിൽ കൃത്യമായി കുട്ടിയുടെ വിവരം എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു OP ഷീറ്റ് ഞാൻ ആ റിപ്പോർട്ട് മുഴുവനും എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ OP ഷീറ്റ് എടുത്തിട്ടുള്ളത് എന്നത്. കാരണം ഞങ്ങൾക്കത് മനസ്സിലാക്കിയ സാധിച്ചത് മുന്നേ ആ എടുത്തു വെച്ചിട്ടുള്ള OP ഷീറ്റ് ഞങ്ങളുടെ ഫോണിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു പടച്ച തമ്പുരാൻ പോലും ആ OP ഷീറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അതൊരു സമ്മതിക്കേണ്ട ഒരു അവസരത്തിലേക്ക് ഡോക്ടർക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടർ അത്തരം തെറ്റുപറ്റി പോയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അന്വേഷണം നടത്തുമ്പോ കൃത്യമായി നമ്മളോട് ഡോക്ടർ പറയുന്ന വീഡിയോ ഞങ്ങളുടെ തെളിവ് സഹിതം ഞങ്ങൾ അത് പുറത്തുവിടും. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർ പറയുന്നത് അതിന്റെ തെളിവ് സഹിതത്തോട് ഞങ്ങൾ പുറത്തുവിടും. ആ രൂപത്തിലാണ് ഇവിടെയുള്ള ചികിത്സ നടത്തിയിട്ടുള്ളത്. മറ്റൊന്നെന്താ സംഭവിച്ചിട്ടുള്ളത്? പാർക്കോ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റിയപ്പോ, പാർക്കോ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ ഈ ഡെഡ് ബോഡി അവിടെ മാറ്റിയപ്പോ സാധാരണ രീതിയിൽ ഇവർ പറയുന്നത് കുട്ടിക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ, വല്ലാതെ സീരിയസ് ഘട്ടത്തിലേക്ക് വന്നത് കൊണ്ടാണ് ഞങ്ങൾ പാർക്കോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്നാണെന്നുള്ളത്. അങ്ങനെ ഒരു വിരുന്നിന് മരിച്ചതിന് ശേഷം, ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്, മരിച്ചതിന് ശേഷം. കാരണം പാർക്കോയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, കുട്ടിയെ അവിടെ അവിടത്തേക്ക് മാറ്റുമ്പോ കുട്ടിക്ക് പൾസോ ഹാർട്ട് ബീറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു ഡെഡ് ബോഡിയാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത് എന്നുള്ളത് ഡോക്ടർ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അത്യാഹിത നിലയിൽ പാർക്കോ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോ നിലവിൽ അതുവരെ ചികിത്സിച്ചിട്ടുള്ള മറ്റൊരു ഹോസ്പിറ്റലിലുള്ള മുഴുവൻ രേഖകളും പാർക്കോ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു രേഖ പോലും കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇവിടെ നിന്ന് അകമ്പടിയായിട്ട് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറും താരിഖ് ഡോക്ടറും ആ കുട്ടിയോടൊപ്പം പാർക്കോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് പോവുകയല്ലാതെ ഒരു രേഖ പോലും കൊടുക്കാൻ, പാർക്കോ ഹോസ്പിറ്റലിലേക്ക് ഒരു രേഖ പോലും കൊടുക്കാൻ പ്രിയപ്പെട്ട ഡോക്ടർമാർ റെഡി ആയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതൊക്കെ ഇതിലേക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് പൂർണ്ണമായും ഡോക്ടർമാരുടെ ഈ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ രേഖ കൊടുക്കാതെ രേഖ CMO ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചിട്ട് അവിടെ നിന്ന് മാറ്റപ്പെടുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റൊരു താക്കീതേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വരുമ്പോ ഇതൊരു താക്കീതിന്റെ ഭാഷ മാത്രമാണ്. നിങ്ങൾക്കിത് പ്രിയപ്പെട്ട CMO ഹോസ്പിറ്റൽ അധികാരികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു താക്കീതിന്റെ ഒരു സമരം മാത്രമായിട്ട് നിങ്ങൾ ഇത് കാണുക. കാരണം നിങ്ങൾ ഇത് തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ഡോക്ടർമാരോട് സംസാരിക്കണമെന്നില്ല. ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനോട് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്രൂരത ചെയ്തിട്ടുള്ള ഞങ്ങളുടെ മുഹമ്മദ് അഹീദിൻ സലാഹിനെ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ ഡോക്ടറെയും അവരെ പരിപാലിച്ചിട്ടുള്ള നേഴ്സിനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ വീണ്ടും ഇത്തരം സമരങ്ങൾ ശക്തിപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അത് മാത്രമല്ല, ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരുമ്പോ ഇതിനു മുന്നേ സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി ഏകദേശം 2 വർഷത്തിനിടയിൽ CMൽ ഇത്തരം അനഷ്ട സംഭവങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി കുടുംബങ്ങൾ ഈ സമര ആക്ഷൻ കമ്മിറ്റിയുമായി ഇതിനോടകം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ ഈ സമരത്തിലേക്ക് ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇനിയും ഇതിന്റെ മുന്നിലേക്ക് വരും. അത് ഞങ്ങൾ വരാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ഇരകളെയും കൊണ്ടായിരിക്കും. ജീവച്ചലവുമായിട്ട് കിടക്കുന്നവരും കുടുംബങ്ങളെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുടുംബാംഗങ്ങളെയും സംഘടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ഹോസ്പിറ്റലിലേക്ക് മുന്നിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സമരഭടന്മാരെ എല്ലാവരെയും ഈ സമരത്തിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ജനുവരി 30-ാം തീയതിയാണ് വെള്ളികുളങ്ങരയിലെ മുഹമ്മദ് ഫൈദ് ആ കുട്ടിയുടെ രക്ഷിതാക്കളോടൊപ്പം ചെറിയൊരു പനി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വടകരയുള്ള CM ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ അന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ ചികിത്സ കൃത്യമായിട്ട് എന്താണോ കുട്ടിക്ക് സംഭവിച്ചത്, കുട്ടിക്ക് എന്താണോ അസുഖം എന്ന് കൃത്യമായിട്ട് വിലയിരുത്താതെയാണ് CM ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ ആ ഫൈദിന് ചികിത്സ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന ഉടനെ തന്നെ കുട്ടിക്ക് എന്താണോ ആ പനി വരാനുണ്ടായ കാരണം എന്ന് മനസ്സിലാക്കാതെ ഹൃദയാഘാതം വരെ സംഭവിക്കാനിടയുള്ള ഒരു ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പിഞ്ചു കുട്ടിക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയ ഉടനെ തന്നെ ആദ്യമായിട്ട് അതിന്റെ കൈ വേദനിക്കുന്നതെന്ന് ഉപ്പാപ്പയോട് പറയുകയും അവരത് ആ സമയം തന്നെ ഇവിടെയുള്ള സ്റ്റാഫിനെ നഴ്സിനെ അറിയിക്കുകയും ചെയ്തു. അവർ വന്നൊന്ന് നോക്കിയിട്ട് അത് മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് വിലയിരുത്തിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഫൈദ് അദ്ദേഹത്തിന്റെ അവരുടെ രക്ഷിതാക്കളോട് വയറ്റിലെ വേദനയാവുന്നു എന്ന് പറഞ്ഞപ്പോഴും അതിനാവശ്യമായ ചികിത്സ എന്താണോ ആ കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംഗമായ ഒരു മനോഭാവത്തോടു കൂടിയാണ് CM ഹോസ്പിറ്റലിലെ അധികൃതർ കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കുട്ടിക്ക് രോഗം മൂർച്ഛിക്കുകയും അത് അബോധാവസ്ഥയിലാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അബോധാവസ്ഥയിലായ ഉടനെ തന്നെ ഇവിടെയുള്ള ഡോക്ടർമാര് എന്താണ് അതിന്റെ വന്നിട്ടുള്ളത് എന്ന് ഉറപ്പാക്കാതെ ആ കുട്ടി അബോധാവസ്ഥയിലായ ഉടനെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആവശ്യമായ സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയത്. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് ഇവിടെ മരണം സംഭവിച്ചിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് CM ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരും ഒരു ജീവനാണ് എന്ന് ഒരു ജീവന്റെ വില മനസ്സിലാക്കാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ എത്ര കാലം ഭൂമിയിൽ ജീവിക്കണം എന്ന് മനസ്സിലാക്കാതെ ബിസിനസ് താല്പര്യത്തോടു കൂടിയിട്ടാണ് CM ഹോസ്പിറ്റലിലെ അധികൃതർ പ്രവർത്തിച്ചത് എന്നാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തിന് ആസ്പദമായ നിരവധിയായ കാരണങ്ങൾ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫൈദിന്റെ ഫയലില് നിമിഷ നേരം കൊണ്ട് പല മാറ്റങ്ങളും വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതർ ശ്രമിച്ചു എന്നാണ്
അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ ബന്ധുക്കള്, കുട്ടിയുടെ ബന്ധുക്കള് ആ ഫയല് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യരംഗം വളരെ സജീവമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ജീവനും വിലപ്പെട്ടതാണ്. ആ ജീവനെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം മറ്റൊന്നും സംഭവിക്കാൻ പാടില്ല, ജീവിക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്നുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നിരവധിയായ പദ്ധതികൾ, ആർദ്ര മിഷനിൽ കൂടെയൊക്കെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹൃദയ പദ്ധതിയിൽ കൂടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഹൃദയാഘാതം അങ്ങനെയുള്ള ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിന് സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് സംസ്ഥാനത്ത് ഉറപ്പുവരുത്തുന്നത്. അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. PHC മുതൽ CHC മുതൽ ഏറ്റവും നല്ല ആരോഗ്യരംഗം തന്നെയാണ് കേരളത്തിലുള്ളത്. അത്തരം ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുന്ന കേരളത്തിലെ ബിസിനസ് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾ നിസ്സംഗമായ മനോഭാവത്തോടു കൂടി ജീവന്റെ വില മനസ്സിലാക്കാതെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലെങ്കിലും ഈ CM ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നിരവധിയായ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് നടന്നായിട്ടാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുമുള്ള പ്രവർത്തനം ഇടപെടലുകൾ ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും, ഇനി അഥവാ ഇനി ഇല്ലെങ്കിൽ ഇത്തരം ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ഫയദിന് നീതി കിട്ടുന്നത് വരെ ഫയദിന്റെ ജീവൻ എന്താണ് ഇവിടെ സംഭവിച്ചത് അത് കൃത്യമായിട്ട് വെളിപ്പെടുത്താതെ ആ കുട്ടിയുടെ കുടുംബത്തിനും രക്ഷിതാക്കൾക്കും നീതി കിട്ടുന്നത് വരെ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഉണ്ടാകുമെന്നും ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് കൂടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന് എല്ലാവിധ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അറിയിക്കണം. ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 30-ാം തീയതി ഏകദേശം 2:40 നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈദിൻ കൊല്ലപ്പെട്ടപ്പോ മുതൽ ഞങ്ങള് ആ മണിക്കൂർ മുതൽ അന്വേഷിക്കുന്നു എന്താണ് ഞങ്ങളുടെ പൊന്നുമകന് പറ്റിയത്. പാർക്കോ ഹോസ്പിറ്റൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾക്ക് കിട്ടാവുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ആ അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ആ മരണത്തിൽ ചില സംശയങ്ങൾ, ആരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാർ, ആ വൈദഗ്ധ്യമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ നടന്നു വന്ന ഒരു കുട്ടി എന്ത് അസുഖമുണ്ടെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ ഒരു സഡൻ ഡെത്തിലേക്ക് പോകാവുന്ന രീതിയിലേക്ക്, ഒരു കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാവുന്ന രീതിയിലേക്ക് സംഭവിക്കണമെങ്കിൽ അവിടെ ചികിത്സ പിഴവ് വന്നിട്ടുണ്ട് എന്ന് ഈ മേഖലയിൽ ദീർഘവർഷം അനുഭവമുള്ള ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പിഞ്ചുമകന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടും അതിന്റെ ഈ മൃതദേഹം കബറടക്കുന്ന ആ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സ്രോതസ്സുകളിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചപ്പോ ഓരോ അന്വേഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ചികിത്സാ പിഴവ് കൊണ്ടാണ് എന്നതിനെ തെളിയിക്കുന്ന ആധികാരികമായിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചു ഈ CM ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് ചികിത്സിച്ച ഡോക്ടർമാർ ആരെങ്കിലും കുടുംബത്തെയോ ഞങ്ങളെ ആരെയെങ്കിലും ബന്ധപ്പെട്ട് ആ ഞങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നടപടിക്രമം നടത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെയാണല്ലോ ഒരു മാന്യമായ ഇടപെടൽ നടക്കുക, അങ്ങനെയാണല്ലോ സമൂഹത്തിന് നടക്കുക എന്ന ഒരു ധാരണ ഞങ്ങൾ വെച്ചു പുലർത്തിപ്പോയി. ഏകദേശം 4:50 ആ എൻക്വയറി സെക്ഷനിൽ പറഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടും ഡോക്ടർമാരും തയ്യാറായത് 7 മണി വരെ ഞങ്ങളെ കാത്തു നിൽപ്പിച്ചു. ഞങ്ങൾ അതിലൊരു പരിഭവം കണ്ടെത്തിയില്ല. കാരണം അവർക്ക് വളരെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു, ഞങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുക. ദീർഘസമയം കാത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രചോദനമുണ്ടാക്കി നമ്മുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുണ്ടാക്കി ഹോസ്പിറ്റലിനെ തകർക്കാൻ ശ്രമിക്കുന്നു, ഹോസ്പിറ്റലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന ബോധപൂർവമായിട്ടുള്ള ഒരു കെട്ടുകഥ ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കണമെന്ന അജണ്ടയുണ്ടായിരുന്നു CM ഹോസ്പിറ്റൽ. അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. ഞങ്ങൾ 7 മണി വരെ, ഇനി രാത്രി 10 മണി വരെയാണെങ്കിലും ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചു. അവസാനം ഡോക്ടർമാർ വന്നപ്പോ ഞങ്ങളുടെ ഓരോരോ സംശയങ്ങളും ചോദിച്ചപ്പോ അതിന് വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരവും നൽകാൻ
ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല എന്ന് ഖേദപൂർവ്വം ഞങ്ങള് ഈ വേളയെ അറിയിക്കുകയാണ്. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും മരണപ്പെട്ടു എന്ന് ഞങ്ങളോട് പാർക്കോ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് രേഖ സഹിതം തന്ന ഒരു കുട്ടിയെ മരണത്തിന് ശേഷം നിങ്ങൾ എന്തൊരു പാർക്കോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? വ്യക്തമായ ഒരു മറുപടിയും ഈ സമയം വരെ പറയാൻ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, 27-ാം തീയതി ഓർക്കാട്ടൂർ CHCയിലും 29-ാം തീയതി ഓർക്കാട്ടൂർ യാശ ഹോസ്പിറ്റലിലും ചികിത്സിച്ച ഒരു ചെറിയ പനിയും ഈ കഫക്കെട്ടും ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ 30-ാം തീയതി ഇവിടുത്തെ പീഡിയാട്രീഷ്യൻ ഹാരിസ് അബൂബക്കറിന്റെ അടുത്തേക്ക് രക്ഷിതാക്കളുടെ ജാഗ്രതയാണിത്. രക്ഷിതാക്കളുടെ അമിതമായ ജാഗ്രത കൊണ്ട് എന്റെ പേരമകനെ വേഗം ഈ പറയാവുന്ന അസുഖത്തിൽ നിന്നും മാറ്റി അവനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു അതിജാഗ്രത കൊണ്ടാണ് ഈ ഹാരിസ് അബൂബക്കർ ഡോക്ടറുടെ അടുത്തേക്ക് വന്നത്. ഹാരിസ് അബൂബക്കർ ഡോക്ടർക്ക് 10:33 OP ഷീറ്റ് എടുത്ത് കാണിച്ച് ഡോക്ടർ വളരെ പുറത്തു തട്ടി പറഞ്ഞു, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഗ്ലൂക്കോസ് കയറ്റി 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒബ്സർവേഷൻ റൂമിലേക്ക് വിട്ട കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ ചെയ്തതോടുകൂടി എങ്ങനെയാണ് കുട്ടി കൊളാപ്സ് ആകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയോട് പറഞ്ഞു തരാൻ ഈ ഡോക്ടർമാർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ പറയുന്നത് 2 വർഷക്കാലം കൊണ്ട് ഇവിടെ നടന്ന ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യർ ജീവച്ഛവങ്ങളായി ഇന്നും ജീവിക്കുന്നുണ്ട്. അവരൊക്കെ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. വടകര താലൂക്കിലെ പല പ്രദേശങ്ങളിലുള്ളവർ ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഞങ്ങൾ വരാൻ നിങ്ങളുടെ സമരത്തിന്റെ കൂടെ. ഞങ്ങൾ പറഞ്ഞു, ഇത് ആദ്യത്തെ സൂചനാ സമരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഞങ്ങളുടെ ഐദിൻ മോൻ ജീവിച്ചു വളർന്ന ആ പ്രദേശത്തുള്ള ആളുകളെ മാത്രമേ ഞങ്ങൾ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ വലിയ സമരത്തെ പറ്റി നമ്മൾ ആലോചിക്കും. ആ സമയത്ത് നിങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുന്നത് വരെ, കാരണം ഇനിയൊരു ആളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. എന്റെയും നിങ്ങളുടെയും എല്ലാം വീട്ടിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു പ്രയാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹോസ്പിറ്റലിലാണ് സമീപിക്കുന്നത്. അവിടെ വരുമ്പോ നമുക്ക് വ്യക്തതയുള്ള ചികിത്സ കിട്ടണം. നമുക്കറിയാലോ, CM ഹോസ്പിറ്റലിനെ വളരെ പരിണിതപ്രജ്ഞനായ ത്യാഗപൂർണമായ ജനകീയനായ ഡോക്ടർ മൂസ ഡോക്ടർ നയിച്ച ഒരു സ്ഥാപനമായിരുന്നു CM. എന്ത് അന്തസ്സോടുകൂടി നടത്തിയ സ്ഥാപനം. ആ അന്തസ്സോടുകൂടി നടത്തിയ സ്ഥാപനം ഈ 5-6 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചു പോയത് എന്ന് ഈ നാടിനറിയാൻ താല്പര്യമുണ്ട്. ലാഭക്കൊതിമൂത്ത ആർത്തി കൊണ്ട കഴുകൻ കണ്ണോടുകൂടി ഹോസ്പിറ്റലിനെ നോക്കിക്കാണുന്ന ആളുകൾ ഇതിന്റെ മാനേജ്മെന്റിലേക്ക് എത്തിയപ്പോ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഇവരെ പിടിച്ചുകെട്ടുകയല്ലാതെ നമുക്ക് മുമ്പിൽ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചതും ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണമെന്ന് നല്ല ധാരണയോടുകൂടി ഞങ്ങൾ വൈകാരികമായി എടുത്ത തീരുമാനമില്ല. അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഇവിടുത്തെ ഒരു ഡോക്ടർ ചോദിക്കുക, പത്രസമ്മേളനത്തിൽ ചോദിക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിക്കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊരു ന്യായമാണ്? റോഡ് ആക്സിഡന്റ് നടന്നാൽ റോഡ് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞു കളയുന്നത് എന്നാണ് പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടറെ, റോഡ് ആക്സിഡന്റ് നടത്തിയാൽ, നരഹത്യാ കുറ്റം നടത്തിയാൽ അവന്റെ പേരിൽ നരഹത്യാ കുറ്റം എടുക്കുകയും അവന് ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നത് ഈ നാട്ടിൽ നടപ്പുള്ള നിയമമാണ്. ആ നിയമം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റലായി പ്രവർത്തിക്കാനുള്ള ഒരു അംഗീകാരവുമില്ലാത്ത മനുഷ്യക്കുരുതി നടത്തുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ പറയുന്നത് നാളെ ഈ ഗതികേട്, ഞങ്ങളുടെ പൊന്നുമകന്റെ ഗതികേട് മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. ആ നിർബന്ധ ബുദ്ധി കൊണ്ട് ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ ആകപ്പാടെ ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയുക, ഇവര് നിങ്ങൾ ആ പത്രസമ്മേളനം മാത്രം എടുത്ത് 2 തവണ ആ വീഡിയോ ഒന്ന് കണ്ടാൽ ഇവരുടെ കള്ളം പൂർണ്ണമായും പൊളിയും. ആ വീഡിയോയിൽ ഹാരിസ് ഡോക്ടർ പറയുകയാണ്, ഈ മരുന്ന് കൊടുത്തതിന് ശേഷം കുട്ടി 12:45 ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങളുടെ കയ്യിലൊക്കെ ആ വീഡിയോ ഉണ്ട്. 12:45 കുട്ടി കൊളാപ്സ് ആവുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കായത്, കുട്ടി കൊളാപ്സ് ആവുകയാണ്. അതിനുശേഷം താരിഖ് ഡോക്ടറാണ് പിന്നീട് വീഡിയോയിൽ പറയുന്നത്,
താരിഖ് ഡോക്ടർ പറയുകയാണ് 1:30 കുട്ടി കൊളാപ്സ് ആവുകയാണ്. ഒരേ ഹോസ്പിറ്റലിലെ 2 ഡോക്ടർമാർ ഒരു കസേരക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഈ നാട്ടിലെ ആളുകളെ കള്ളം വരെ നിങ്ങളൊന്ന് ആലോചിച്ചു വരണ്ടേ? ഇതാണ് സത്യം തെളിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം എവിടെയും ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വൈകാരികമായി പ്രസംഗിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് ആവശ്യം നീതിയാണ്. ആ നീതി ലഭിക്കുന്നത് വരെ, ആ നീതി ലഭിക്കുന്ന ഇന്ന് ഈ സമരം CM ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരം ഇന്ന് സൂചന മാത്രമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ കുട്ടിയെ കൊലപാതകം ചെയ്തവരെ കയ്യാമം വെച്ച് കൊലക്കുറ്റത്തിന് കേസെടുത്ത് കൊണ്ടുപോകുന്നവരെ ഇതുപോലെയുള്ള സമര പരമ്പരകൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകും. അതിൽ ഈ നാട്ടിലെ സകല മനുഷ്യ സ്നേഹികളെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം വരും കാലങ്ങളിലും വടകരയിലെയും പരിസരത്തെയുള്ള ജനങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരമാണ്. ഇവിടെ ഒരു വിഭാഗം കഴുകന്മാർ പണത്തോടുള്ള ആർത്തി കൊണ്ട് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നതാണ് കഴിഞ്ഞ 2 വർഷമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ കീഴിൽ യാതൊരു കാരണവശാലും ഇത്തരത്തിലൊരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വടകരയിലെ ഈ സമൂഹം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന്. നാളെ ഒരു പൗരനും ഈ ആപത്ത് വരുവാൻ പാടില്ല. ഈ മാനേജ്മെന്റിന് ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഉത്തരവാദിത്വമില്ല. അതിന് തെളിവുകൾ നിരന്തരമാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ സന്ദർശിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ തന്നെ ആശുപത്രിയിൽ മാനേജ്മെന്റിനെ കാണണമെന്ന് ആഗ്രഹിച്ചു പോയാൽ അവരെ കാണേണ്ട ഒരു ഉത്തരവാദിത്വം, സാമാന്യ മര്യാദ പാലിക്കേണ്ടതായിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ജനങ്ങളോടുള്ള ധിക്കാരമായ സമീപനം സ്വീകരിക്കുന്ന ഈ മാനേജ്മെന്റിന്റെ ചെയ്തികളെ തുറന്നു കാണിക്കേണ്ടത് ഈ പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരെ വളരെ ശക്തമായ സമരം ഉയർന്നു വരണം. ഇന്ന് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടാമെന്ന് ഈ മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തുള്ള മൊത്തം പോലീസിനെ അണിനിരത്തിയാലും ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനാവുകയില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആരും തന്നെ, ഈ കഴുകന്മാരായ പണക്കൊതിയന്മാരായ ആരും തന്നെ നിങ്ങൾ വീട്ടിൽ അന്തിയുറങ്ങില്ല. ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ ജനകീയ വിചാരണ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അത് നടപ്പിലാക്കാനും അറിയാം. എന്നാൽ പൊതുസമൂഹം നിയമം കയ്യിലെടുക്കേണ്ട ഇവിടെ ശക്തമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിചാരണ ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആദ്യമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇത് ഏത് രൂപത്തിൽ സമരത്തെ നയിക്കണമെന്ന്. ഏത് രൂപത്തിലും സമരത്തെ നയിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വമാണ് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ധിക്കാരമായ സമീപനവുമായി മുമ്പോട്ട് പോയാൽ അതിനെ ഏത് വിധേനയും നേരിടാൻ വളരെ ശക്തമായ ജനസമൂഹം ഉണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വടകര CM ആശുപത്രിയിൽ വെച്ച് ഒരു രോഗിയും മരിക്കാനോ ഒരു രോഗി മരണത്തോട് മല്ലടിച്ച് കിടന്നു പോകുന്ന സാഹചര്യമോ ഉണ്ടാകാൻ പാടില്ല. ഒരച്ഛനും അമ്മക്കും അത്തരത്തിലുള്ള ഒരു വേദന ഇനിയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിചാരണ നേരിട്ടുകൊണ്ട് ഈ വിചാരണ നേരിട്ട് കുറ്റക്കാരെ ശിക്ഷിക്കുന്നത് വരെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളതാണ്, ഈ ആശുപത്രി അടച്ചുപൂട്ടണം. അടച്ചുപൂട്ടി ശിക്ഷിച്ചതിന് ശേഷം മാത്രം തുറന്ന് പ്രവർത്തിച്ചാൽ മതി.
അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ അനധികൃത നിർമ്മാണമായി പടുത്തുയർത്തിയതാണ്. പണത്തിന്റെ സ്വാധീനം എവിടെയും ഉപയോഗിക്കാമെന്നാണ് ഈ പോലീസിനെ അണിനിരത്തിക്കൊണ്ടവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലാബ്, അതുപോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിന്റെ റിസൾട്ടുകളൊക്കെ തന്നെ പല രൂപത്തിലാണ് വരുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടണം. ജനങ്ങളെ പണത്തിന്റെ പേരിൽ എന്ന് രണ്ട് പറഞ്ഞുകൊണ്ട് പണം ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ CM-ന്റെ ഭരണാധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ശക്തമായ ജനകീയ മുന്നേറ്റത്തെ നിങ്ങൾ നേരിടാൻ തയ്യാറാകേണ്ടി വരും. അത് വടകരയുടെ സമരചരിത്രത്തിന്റെ പാരമ്പര്യമാണ്. ആ സമരചരിത്രത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ CM ഇനി ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന ജനങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സമരത്തെ തള്ളിവിടരുത് എന്നാണ് CM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തോട് പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ ആശുപത്രി ഇവിടെ പടുത്തുയർത്തിയത് ജനസേവനത്തിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞിമൂസ ഡോക്ടർ ഇത് പടുത്തുയർത്തിയത് ഈ വടകരയുടെ സമൂഹത്തെ സേവിക്കുവാൻ വേണ്ടിയാണ്, കൊല്ല ചെയ്യാൻ വേണ്ടിയായിരുന്നില്ല. എന്നാൽ ഈ 5-6 വർഷം കൊണ്ട് ഇതിന്റെ മാനേജ്മെന്റായി ഇവിടെ എത്തിയവർ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, കൊള്ള ചെയ്യുകയാണ്. അത് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. അത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് ഫൈദിനെ കൊലപ്പെടുത്തിയത് ഈ CM ആശുപത്രിയിലെ അധികൃതരാണ്. അപ്പൊ അവരുടെ പേരിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ച് ശിക്ഷാ നടപടിക്ക് അവരെ വിധേയമാക്കേണ്ടതായിരുന്നു. ആ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുന്ന നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ് ഈ സമരം സൂചനയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പങ്കെടുത്ത എല്ലാവരും വളരെ സമാധാനപരമായി തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ സമാധാനത്തിൽ ഇവിടെ നിൽക്കുന്നത് അവർക്ക് പ്രതിഷേധമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതിന്റെ നൽകുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന നേതൃത്വം തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന ആളുകളൊക്കെ അക്ഷമരായിട്ട് വലിയ പ്രതിഷേധമുള്ള ആളുകൾ ക്ഷമയോടുകൂടി ഇവിടെ നിൽക്കാൻ തയ്യാറത്. അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നിലപാട് തിരുത്താൻ ബന്ധപ്പെട്ട CM ആശുപത്രിയിൽ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ സമരത്തിന്റെ സ്വഭാവം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനെ നാട് ഒറ്റക്കെട്ടാകെ ഈ സമരത്തിന്റെ പുറകിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിടരുന്നതിന് മുമ്പേ കൊടിഞ്ഞുപോയ പൂവാണ് മുഹമ്മദ്. 5 വയസ്സുകാരനാണ്, പനിയാണ് അസുഖം. മുത്തച്ഛന്റെ കൂടെ വാഹനത്തിൽ വന്ന് വാഹനം പാർക്ക് ചെയ്ത് കാൽനടയായിട്ട് ഈ ആശുപത്രിയിലേക്ക് വന്ന മുഹമ്മദ് ഐദീൻ എങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്? ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ, മെഡിക്കൽ ഷീറ്റുകൾ, അദ്ദേഹത്തിന് നൽകിയ മരുന്നുകൾ, നടത്തിയ ടെസ്റ്റുകൾ, ടെസ്റ്റിന്റെ റിസൾട്ട്, ഇതൊന്നും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ആശുപത്രിക്ക് പറയേണ്ടതെന്ന് ബന്ധപ്പെട്ട ആരോട് പറയുന്നില്ല. ഈ കുട്ടി മരിച്ചെന്ന രാത്രി ഇവിടെ വന്ന് കുറെ സമയം കാത്തുനിന്നതിന് ശേഷമാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്താൻ കഴിഞ്ഞത്. ആ ചർച്ചയിൽ തന്നെ വളരെ പ്രകടമാണ് ഇവിടെ കുറ്റകരമായ അനാസ്ഥ ഈ ആശുപത്രി അധികൃത ഭാഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിശുരോഗ വിദഗ്ധൻ പീഡിയാട്രീഷ്യൻ ഹാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായ വശമാണ്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് മരുന്ന് പരീക്ഷണം നടക്കുന്ന നാടാണ് നമ്മുടെ. അനധികൃതമായ മരുന്ന് പരീക്ഷണം സുപ്രീം കോടതിയിൽ ഡ്രഗ് കൺട്രോളർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 2000-ൽ പരം ആളുകൾക്ക് ഇതുപോലെയുള്ള അനധികൃതമായ മരുന്ന് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ട നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഇത്തരത്തിൽ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള അനധികൃതമായ മരുന്ന് പരീക്ഷണം നടക്കുന്നുണ്ടോ എന്നുകൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതായിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഈ സമരം വരും നാളുകളിൽ ആടിപ്പടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CM ആശുപത്രിക്ക് ഒരു മഹത്തരമായ ചരിത്രവും പാരമ്പര്യമുണ്ട്. കുഞ്ഞിമൂസ എന്ന് പറയുന്ന ഈ നാടിന്റെ ജനകീയനായ ഡോക്ടർ പടുത്തുയർത്തിയ സ്ഥാപനം എങ്ങനെ ഈ ലാഭത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കച്ചവടക്കണ്ണോടുകൂടി ഇന്ന് മാറിയെന്ന് ഈ നാട് ഇപ്പൊ മനസ്സിലാക്കിയത്. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുണ്ട്. ഈ ആശുപത്രിയുടെ ചികിത്സയെ തുടർന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയ നിരവധി ആളുകൾ ഈ വടകരയും പരിസരത്തെല്ലാം ഉണ്ട്. അവരെയെല്ലാം വരും നാളുകൾ അവരെയും അവരെ കുടുംബാംഗങ്ങളെയെല്ലാം ഈ ആശുപത്രി മുന്നിൽ കൊണ്ടുവന്നുള്ള ശക്തമായ സമര നടപടിയിലേക്ക് ഈ നാട് നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനാ സമരം കണ്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഹൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും പേരിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതുവരെ ശക്തി